വാട്ട്സ്ആപ്പ് പീപ്പിൾ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഞാനിപ്പോൾ ഗോവയിലാണ് നിൽക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ റൈഡർമേനിയ 2019 അറ്റൻഡ് ചെയ്യാൻ വന്നേക്കണം. ഞാൻ ഏർബൻ ലോക്കോമോട്ടയുടെ ഒപ്പമാണ് വന്നേക്കണം, നമ്മുടെ ആലുള്ള ഷോറൂമിൽ. ഞങ്ങളുടെ ടീം കുറച്ചേരം ഇവിടെ ഉള്ളൂ, ബാക്കിയൊക്കെ പോയി റേസ് ഓടിക്കാൻ പോണ ആളൊക്കെ ഉണ്ട് കേട്ടോ. ഏത് റേസാണെന്ന് അറിയില്ല, വെറുതെയൊക്കെ ഒരുങ്ങി വന്നേക്കുക. അപ്പോൾ അത് ആഷിഖ്, ഇത് നമ്മുടെ ആസിഫ്, സാദിഖ്. അപ്പോൾ ഞങ്ങൾ കുറേ പേരുണ്ട്. ഞങ്ങളിപ്പോൾ എല്ലാവരും ഞാൻ നിങ്ങൾക്കപ്പോൾ റൈഡർമേനിയ എന്താണെന്ന് കാണിച്ചു തരാം ഫുള്ളായിട്ട്. ശരിക്കും നമുക്ക് നേരെ വാഗട്ടോർ ഹിൽ ടോപ്പിലേക്ക് പോകാം. ഞാൻ ബൈക്കിലാണ് പോണേ. അപ്പോൾ നേരെ വാഗട്ടോർ ഹിൽ ടോപ്പിൽ പോയിട്ട് നമുക്ക് റൈഡർമേനിയ കാണാം. എന്താണ് അപ്പോൾ റോയൽ എൻഫീൽഡ് റൈഡർമേനിയ എന്ന് പറഞ്ഞാൽ? റൈഡർമേനിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓൾ ഇന്ത്യയിൽ നിന്ന് കുറേ റോയൽ എൻഫീൽഡ് റൈഡേഴ്സ് എല്ലാവരും വന്നിട്ട് നമ്മുടെ അവിടെ ഒരു 3 day പ്രോഗ്രാമാണ് നമ്മുടെ റൈഡർമേനിയ. നമ്മുടെ റേസ് വണ്ടികളാട്ടോ ഫ്രണ്ടിൽ പോകുന്നത്. അർബൻ ലോക്കോമോട്ടയുടെ വലിയ റേസ് ഓടിക്കാൻ പോകുന്ന വണ്ടികളാണ് അത് രണ്ടും. അവിടെ കുറേ ടൈപ്പ് ഓഫ് പരിപാടികളുണ്ട്, എല്ലാ ഇവൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് റൈഡർമേനിയ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഗോവയിൽ വാഗട്ടോർ ബീച്ചിൻ്റെ അടുത്ത് ഹിൽ ടോപ്പ് വാഗട്ടോറിലാണ് നമ്മുടെ റൈഡർമേനിയ നടക്കാൻ പോണത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് വണ്ടികൾ. നമ്മുടെ പിള്ളേർ കുറേ പേര് ഇപ്പോൾ അങ്ങോട്ട് പോയി, ബാക്കി ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ പോവാം. അപ്പോൾ നിങ്ങൾക്ക് കാണണ്ടേ ഞാൻ പറഞ്ഞ റൈഡർമേനിയ ഇതാ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ റൈഡർമേനിയ 2019 നമ്മുടെ റോയൽ എൻഫീൽഡ് നടത്തണം. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. വണ്ടികളുടെ എണ്ണം നിങ്ങൾക്ക് തന്നെ കാണാൻ എന്തോ ഒരു ഉള്ളതെന്ന്, ഒരു രക്ഷയില്ലാത്ത വണ്ടിയുടെ എണ്ണങ്ങളാണ്. ഇനിയും വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ റൈഡർമേനിയ. ഇതാണ് നമ്മുടെ വാഗട്ടോർ ഗോവ ഹിൽ ടോപ്പ്. വണ്ടികൾ വന്നോണ്ടിരിക്കണോ, ഒരു രക്ഷ. എന്റെ ദൈവമേ, ഫുൾ വണ്ടികൾ. എനിക്ക് നല്ലൊരു 5000-ന് മേളിലായി റോയൽ എൻഫീൽഡ് ബൈക്സ് ഇവിടെ മൊത്തം. അപ്പോൾ നമ്മുടെ റൈഡർമേനിയുടെ ഫസ്റ്റ് പാർട്ട് രജിസ്ട്രേഷൻ. ആസിഫ് നമുക്ക് രജിസ്റ്റർ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് അറിയാം ഇതൊക്കെ കിട്ടുമോന്ന്. എനിക്ക് കിട്ടിട്ടോ, എനിക്ക് കിട്ടിയേ ഇത് ഞാൻ ഊരി എടുക്കുന്നതായിരിക്കും എനിക്ക് തന്നില്ലെങ്കിൽ. അപ്പൊ ഇത് പോയിക്കോ എല്ലാവരും. ബാക്കിലുള്ള ഒരാൾ കൂടി ഉണ്ടല്ലോ, ഇതേ ശരത്തേട്ട് ഒന്ന് നോക്കി പറയാം. കൊറേ നേരം ഞങ്ങൾ വേറെ പൊളിച്ച്. അങ്ങനെ നമ്മൾ കൗണ്ടറിന്റെ ഫ്രണ്ടിലേക്ക് എത്തി. അയ്യോ, കൗണ്ടറിന്റെ ഫ്രണ്ടിൽ വേഗം ഉണ്ടാക്കി തരുമോ? ഇതാണ് യാസിൻ മുഹമ്മദ്. ഇത്ര നേരം എനിക്ക് 1.5 മണിക്കൂറായി. റോയൽ എൻഫീൽഡ് ഒരു രജിസ്ട്രേഷൻ, ഒരു ബാൻഡ് കിട്ടാൻ വേണ്ടിയുള്ള സമയമാണിത്. അപ്പോൾ എനിക്ക് ബാൻഡ് കിട്ടി. റോയൽ എൻഫീൽഡ് റൈഡർമേനിയുടെ ബാൻഡ് കിട്ടി. ഒരു ടീഷർട്ട് ഉണ്ട്, പിന്നെ കുറേ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ബോട്ടിലും കൂടെ കിട്ടി. ഇപ്രാവശ്യത്തെ റോയൽ എൻഫീൽഡ് റൈഡർമേനിയുടെ തീം എന്ന് വെച്ചാൽ സേ നോ ടു പ്ലാസ്റ്റിക്. അപ്പോൾ മാക്സിമം പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒഴിവാക്കിയിട്ട് നമ്മൾ റീയൂസബിൾ ഇങ്ങനത്തെ ഫ്ലാസ്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വെള്ളം കുടിക്കാം. ഇത് കണ്ടിട്ടോ, ഇതാണ് ബാഷി. നമ്മുടെ മൂന്നാർ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവിടെ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവർക്കും ബാൻഡ് കിട്ടിയിട്ട് ഞങ്ങളിപ്പോൾ ഇനി അതിൻ്റെ അകത്തേക്ക് പോകണം. അകത്തേക്ക് എന്താ പരിപാടി എന്നൊന്നും അറിയില്ല. അകത്ത് കുറേ ഡിസ്പ്ലേ ഉണ്ടാവും, കുറേ സ്റ്റോളുകളുണ്ടാവും, കുറേ വേറെയും കാര്യങ്ങൾ കുറേ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളതെല്ലാം കൂടെ കണ്ടിട്ട് വേഗം വരാം. അപ്പോൾ ഇതാണ് റൈഡർമേനിയയുടെ ഇവൻറ്റ്സ് ഒക്കെ നടക്കണത്. റൈഡർമേനിയ 2019 എന്ന് പറഞ്ഞ ഇതാണ് ഹിൽ ടോപ്പ്. ഇതിൻ്റെ അകത്ത് കുറേ ഇവൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറും. ഫസ്റ്റ് തന്നെ നമ്മൾ വന്നേക്കണം എവിടെയെന്ന് അറിയാമോ? ദിസ് ഈസ് കസ്റ്റം ബൈക്സിൻ്റെ ഒരു സ്റ്റോളാണ്. ഫുള്ളി പെയിൻറ്റഡ്. ഇതാണ് ഫുൾ പെയിൻറ്റിങ് ആയത് ഫുള്ളായിട്ട്. അപ്പോൾ ഫുള്ളി ഒരു കസ്റ്റം ബിൽഡ്. എനിക്ക് തോന്നുന്നത് ക്ലാസിക് 350 ആണ് ഈ വണ്ടി. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഓൾഡ് മോഡൽ
ബുള്ളറ്റ് ഉണ്ട്, അതും അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ പണിതിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ ഉള്ളൊരു GT 650 ആണ്. GT ആണെന്ന് തോന്നുന്നു ഇത് കണ്ടിട്ട്. ഇത് ശരിക്കും എന്താ പറയുക, ഒരു എന്ത് മോഡലാണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ പേര് ഞാൻ കാണിച്ചു തരാം. പേര് ഇവിടെ ഇല്ല, അപ്പോൾ എന്ത് മോഡലാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല. എന്തായാലും ഭയങ്കര അടിപൊളി കസ്റ്റം മെയ്ഡ് ബൈക്കായി. റാഞ്ചി കസ്റ്റമേഴ്സ് ബിൽഡ് ചെയ്ത ഒരു ഐ തിങ്ക് ഓൾഡ് ക്ലാസിക് മോഡൽ വണ്ടിയാണിത്. ഇത് എന്നാ ഡീറ്റെയിലിംഗ് ആണ്, ശരിക്കും ഒരു പഴയ ലുക്കുള്ള ഒരു വണ്ടി പോലെയാണ്. ബട്ട് വിത്ത് ക്ലാസിക് എൻജിൻ, പുതിയ എൻജിനാണ്. ബാക്കി ബോഡി ഫുൾ അവർ കസ്റ്റമായിട്ട് ചെയ്തേക്കുക. RNG കസ്റ്റംസ് എന്നാണ് അവരുടെ പേര്. അപ്പോൾ നമുക്കിനി അടുത്തതിലേക്ക് പോവാം. സെയിം MK ഡിസൈൻസ്. ഇത് വേറെ എനിക്ക് തോന്നുന്നു ഇൻ്റർസെപ്റ്റർ ആണെന്ന്. ഇൻ്റർസെപ്റ്റർ കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്തത് MK കസ്റ്റംസ്, അതാണ് അവരുടെ പേര്. എങ്ങനെയുണ്ട് ബാഷി വണ്ടി? ഇനിയും കുറച്ച് നമുക്ക് കാണാനുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഏതാണ് ബെസ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാം ബ്യൂട്ടിഫുൾ. ഓ മാൻ, AD കസ്റ്റംസിൻ്റെ ബൈക്കാണിത്. ബ്ലാക്ക് മാംബ ഈസ് ദ നെയിം. അടിപൊളി, വല്ലാത്ത കസ്റ്റമൈസേഷൻ ആണ് ഇത്. ഇതൊക്കെ കണ്ടോ നിങ്ങൾ? ഫുൾ ഗിയേഴ്സൊക്കെ വെച്ച് ഒരു ഗോൾഡൻ ടച്ചും കൊടുത്ത് അടിപൊളി വൺ ക്ലാസിക് ലുക്കായി പോയി. ഇത് അടുത്ത ഒരു തണ്ടർബേർഡ് 350 ആണ്. ഇതും സെയിം ആ AD കസ്റ്റംസ് എന്ന് പറഞ്ഞ ആൾക്കാരുടെ. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും അടുത്തൊരു വെറൈറ്റി ബൈക്ക്, അടുത്ത നമ്മുടെ ഹിമാലയന. അടിപൊളിയുണ്ട്. പെട്ടെന്ന് കാണുമ്പോൾ ഇത് ഒരു ടൈഗർ അല്ല, നമ്മുടെ ഹൈപ്പർ മോട്ടാർഡ്. പക്ക ഒരു ഹൈപ്പർ മോട്ടാർഡ് ലുക്ക്. ഹിമാലയൻ ഷോപ്പൊക്കെ മാറ്റിയിട്ടോ, അടിപൊളി. ഇത് അടുത്ത ഒരു ഹിമാലയൻ, അടുത്തൊരു ഹിമാലയൻ. ആരും ഹിമാലയൻ്റെ മീറ്റർ കളഞ്ഞിട്ടില്ല കേട്ടോ, അതാണ് വെറൈറ്റി. ഇതും അടിപൊളിയായിട്ട്. ഇത് ഇന്നലെ ഞങ്ങൾ രാത്രി ട്രാവൽ ചെയ്യണ സമയത്ത് ഞങ്ങൾ കണ്ടായിരുന്നത്. ഫുള്ളായിട്ട് അടിപൊളി സൗണ്ടൊക്കെ ഇത്. ഇതാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുള്ളറ്റേഴ്സ് കസ്റ്റമേഴ്സ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത ഒരു ഇൻ്റർസെപ്റ്റർ 650 ആണ്. ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഇവിടെ കണ്ടോ ഹനുമാൻ്റെയൊക്കെ ഒരു പടം. അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ലാത്ത ഡിസൈനായിട്ടുണ്ട്. നമ്മുടെ ബുള്ളറ്റേഴ്സ് കസ്റ്റമേഴ്സ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാംഗ്ലൂരുള്ള ഒരു കസ്റ്റമൈസേഷൻ ഷോപ്പ് ചെയ്താണ്. എന്താല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ ചെയ്താൽ അപ്പോൾ പോലീസ് നോക്കിക്കൊണ്ടുപോകും. പിന്നെ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ ഒരു വാട്സാപ്പ് തണ്ടർബേർഡ് 350, അതും ഒരു തണ്ടർബേർഡ് 350. ഇത് ഇത്തിരി ഓൾഡ് മോഡലിലൊക്കെ ചെയ്തേക്കോട്ടെ ഫുള്ളായിട്ട്. പിന്നെ ഇനി നമുക്കുള്ളത് ഇതാണ് ക്ലാസിക് ലുക്ക് 2019 ഇൻ്റർസെപ്റ്റർ 650. ഇത് ഭയങ്കര ക്ലാസിക് ആയിട്ട് കേട്ടോ. ഇത് ഭയങ്കര ക്ലാസിക് ലുക്കാണ്. ശരിക്കും ഒരു പഴയ മോഡൽ ടൈപ്പ് വണ്ടിയായിട്ട് അവർ ഇത് ബിൽഡ് ചെയ്തേക്കണം. കൊള്ളാം. ബാക്കിൽ നല്ല ക്ലാസിക്കിൻ്റെയൊക്കെ പോലത്തെ ഒരു മഡ് ഗാർഡൊക്കെ കൊടുത്ത്. ഇത് പിന്നെ ഇത് ഏതാ ക്ലാസിക് 350 ഓൾഡ് മോഡൽ ചോപ്പർ ടൈപ്പ് ബാരൽ എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ എക്സോസ്റ്റൊക്കെ വെച്ച് ക്ലാസിക് ഒരു ബോബർ ലുക്ക് ആക്കിയിട്ടുണ്ട് ഫുള്ളായിട്ട്. സിംഗിൾ സീറ്റൊക്കെ കൊടുത്ത്. ഒരു വണ്ടിയും കൂടെ കാണിച്ചു തരാം. ഒരു ഹിമാലയനാണ് ഈ വണ്ടി. ഇത് കണ്ടോ, ഇതിൻ്റെ ടയർ കണ്ടോ? ഒരു ഹിമാലയാണ്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഉണ്ടായി ഇവിടെ. കഴിഞ്ഞ വർഷം നമ്മുടെ റൈഡർമാനിയ. ഇതിൻ്റെ കുറേ ഫോട്ടോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റയിലും കാര്യങ്ങളിലൊക്കെ. ഒരു 3 വീൽഡ് ഹിമാലയൻ മോട്ടോർ സൈക്കിൾ കണ്ടോ? ഇതാ ഫ്രണ്ടിൽ നിന്ന്. ദിസ് ഈസ് അനദർ പാർട്ട് ഓഫ് ദ ഇവൻറ്റ്. നമ്മളിത് അകത്തേക്ക് കയറി. ഇവിടെ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ പേര് സൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ. അടിപൊളി. ഇത് കണ്ടോ സ്റ്റിക്കർ 100 രൂപ. റോയൽ എൻഫീൽഡ് ഷോപ്പിൽ നിന്ന് കുറേ ഷോപ്പിൽ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ആദിൽമോനാട്ടോ വാങ്ങി. ആദിൽമോൻ സ്റ്റിക്കർ വാങ്ങി. ചെറിയ പയ്യനാന്ന് വിചാരിക്കും, ഇപ്പോഴും സ്റ്റിക്കറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഷോപ്പ് റോയൽ എൻഫീൽഡ് കസ്റ്റം ആക്സസറീസ്. നമ്മളിതൊക്കെ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ?
ഇതൊക്കെ ഏതാ എക്സോസ്റ്റ്? ഇതൊക്കെ റോയൽ എൻഫീൽഡിലുള്ള കാര്യം തന്നെ നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഇതേതോ ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്ന ഒരു ഷോപ്പാണ്. ദെൻ വി ഹാവ് ബിയർഡ് ഓയിൽസ്. എന്തൊക്കെ ഷോപ്പാന്ന് അറിയാം, എല്ലാ വെറൈറ്റി ഷോപ്പുണ്ട്. ഇതാട്ടോ സ്റ്റേജ്, ഇവിടെ ആയിരിക്കും പാർട്ടിയും കോൺസേർട്ടും എല്ലാം നടക്കാൻ പോണേ. മോർ ആൻഡ് മോർ ബ്രാൻഡ്സ്. അമ്പേ അതൊക്കെ ആ ഒരു രക്ഷയില്ല, അടിപൊളി സാധനം. Another stall says Beach helmets and here comes Rhinox 100 kmph and Bandidos. അപ്പോൾ നമ്മുടെ ഗ്രീസ് ഹൗസിൽ എൻ്റെ വണ്ടിയിലേക്ക് ഉണ്ടായ അവരുടെ എക്സോസ്റ്റ് ആട്ടോ ഇത്. 4650 ട്വിൻസ്. വില എന്ന് പറയുമ്പോൾ 11,000 റുപ്പീസ് വരും പെയർ. രണ്ടെണ്ണം കൂടി 11,000 റുപ്പീസ്. സൗണ്ട് കേൾപ്പിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ഇതപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിക്കാം കേട്ടോ ഗ്രീസ് ഹൗസിൻ്റെ. ഓ ഇനി മൊത്തം ഫുഡ് സെക്ഷൻ ആട്ടോ, മൊത്തം അത് പേടിച്ചു പോയി. Lot of black cats. Full food section ആയി മൊത്തം. ഉച്ചയ്ക്ക് 3 മണി കഴിഞ്ഞു. എങ്ങനെയെങ്കിലും പോയി പുറത്ത് പോയിട്ട് കുറച്ച് ഫുഡ് കഴിക്കാം. അകത്ത് ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോയിട്ട് ഞാനും ആദിലുമോനും പുറത്ത് പോവാം. അതിലേ പോവാം. ഞങ്ങളപ്പോൾ പുറത്ത് പോയി വല്ല ഫുഡൊക്കെ ഉണ്ടോ നോക്കട്ടെ. ബാക്കി ഇനി കഴിച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ പുറത്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വന്നിട്ടുണ്ടല്ലോ. ഇവിടെ റേസ് നടക്കുന്നുണ്ട്. നമ്മുടെ റേസ് ട്രാക്കിൻ്റെ തൊട്ടടുത്താണ് ഞാൻ വന്നേക്കണേ. അപ്പോൾ ഞാൻ ആ റേസിൻ്റെ ഫുൾ കാണിച്ചു തരാം. എന്താ ഇവൻ്റെ ഇപ്പോൾ റേസ് നടക്കാൻ പോകുന്നുണ്ട് എന്തായാലും. ഓ അപ്പോൾ ഫൈനലി ഞങ്ങൾക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ കിട്ടി. ഇവിടെ നല്ലൊരു സീറ്റാട്ടോ കിട്ടിയേക്കുന്നുണ്ടോ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ട്രാക്ക് റേസിങ് കാണാം. അങ്ങോട്ട് അവിടെ നിന്ന് ചേച്ചി ഞങ്ങൾക്ക് ഫുഡ് കൊണ്ട് തരും. ഇപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. വെയിലെന്ന് വെച്ചാൽ ഒടുക്കത്തെ വെയിൽ രക്ഷയില്ല കേട്ടോ. ട്രാക്ക് വേണേൽ നമുക്ക് ട്രാക്ക് റേസിങ് ആണ്, ഫുഡ് കഴിക്കാം. അപ്പം ഞങ്ങളിവിടെ നിന്നപ്പോഴത്തേക്കാണല്ലോ ഒരു പുള്ളി Bunty, like he's with his dog on the bike. With this ride, she finishes 30,000 kilometers on the bike. Yeah, man. 30,000 കിലോമീറ്റർ പട്ടി മാത്രമായിട്ട് ബൈക്കിൽ പോയിട്ടുണ്ട്. മോശം. പറഞ്ഞോ. ഞാനിവിടെ നമ്മുടെ കൊച്ചി ഇപ്പം നമ്മുടെ എന്താ പറയാ റൈഡർമാനിലെ ക്യാമറ കട്ടെടുത്തു. ഇവിടെ വന്നത് നമ്മൾ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നു. ഇവനെ കൊണ്ട് ഇവനെ രക്ഷപ്പെടാൻ വേണ്ടിട്ട് മാത്രം ഇതിനെ കണ്ടിട്ടുണ്ടാവും. ഫുൾ ടീമാണ്. ഒരു രക്ഷയില്ല. ഇവനും ഇവന്റെ ഫാൻസും. ഇതാണ് ഇവിടുത്തെ രാത്രിയുടെ പരിപാടി. ഞാൻ ഗോപ്രോയിലെ ചെയ്യണേ കാണിച്ചു തരാം.